ലോകത്തിൽ 42,000-ലധികം മതങ്ങളുണ്ട്. അവയ്ക്കെല്ലാം ദൈവങ്ങളുണ്ട്. ഞാനിതിൽ ഏത് ദൈവത്തെ വിശ്വസിക്കണം? എൻ്റെ ഒരു വീഡിയോയ്ക്കിടയിൽ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. മറ്റനേകായിരം മതവിശ്വാസങ്ങളുള്ളപ്പോൾ എങ്ങനെയാണ് എൻ്റെ വിശ്വാസം മാത്രം ശരിയെന്ന് പറയാൻ സാധിക്കുക? ഇതാണ് ചോദ്യത്തിൻ്റെ സാരാംശം. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഒരു സിമ്പിൾ പ്രോസസ് ഓഫ് എലിമിനേഷൻ വഴി നമുക്കിതിനുള്ള ഉത്തരം കണ്ടെത്താം. അനേകായിരം മതങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു സത്യദൈവം ഇല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ അത് യുക്തിക്ക് നിരക്കാത്തതാണ്. ഉദാഹരണത്തിന്, വിപണിയിൽ ധാരാളം കള്ളനോട്ടുകൾ പ്രചാരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ നോട്ടുകളെ ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ? അതൊരു യുക്തിവൈകല്യമാണ്. കള്ളനോട്ടുകളുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അതിനൊരു ഒറിജിനൽ ഉണ്ട് എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഉദാഹരണത്തിന്, 300 രൂപയുടെ ഒരു കള്ളനോട്ട് തന്ന് നിങ്ങൾ ആരും പറ്റിക്കാൻ പോകുന്നില്ല. കാരണം അതിനൊരു ഒറിജിനൽ ഇല്ല. ഒറിജിനൽ ഇല്ലാത്ത ഒന്നിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിന് എന്ത് വാല്യൂ ആണുള്ളത്? എന്നാൽ 200 രൂപയുടെ ഒരു കള്ളനോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അതിനൊരു ഒറിജിനൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിടയിൽ അനേകം വ്യാജ ദൈവ സങ്കല്പങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയായ ഒരു സത്യദൈവ വിശ്വാസം ഉണ്ട് എന്നതിൻ്റെ സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ 42,000 മതങ്ങളിൽ ഏത് ദൈവമാണ് ശരി എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. എൻ്റെ മതം മാത്രം ശരി, ബാക്കിയുള്ളതെല്ലാം പൂർണ്ണമായും തെറ്റ് എന്നൊരു കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. കത്തോലിക്ക സഭയ്ക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. സത്യത്തിൻ്റെ കിരണങ്ങൾ എല്ലാ മതങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കാനുള്ള അവരുടെ പ്രയത്നത്തിൽ സത്യത്തിൻ്റെ പൂർണ്ണത അവർ അറിയുന്നില്ല എന്ന് മാത്രം. ഇനി ഏത് ദൈവമാണ് ശരി എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ എന്നതാണ്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് യുക്തിപരമായ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ദൈവം എന്നൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ. ഈ പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ട് എന്നുള്ളത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് ബിഗ് ബാങ് പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലേക്ക് തന്നെയാണ് വ്യക്തമായി വിരൽ ചൂണ്ടുന്നത്. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ആരംഭമുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ടാവണം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഒരു കാരണമുണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആരംഭമുള്ള, തുടക്കമുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ടാകണമെന്ന് മാത്രമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെങ്കിൽ തീർച്ചയായും അതിനും ഒരു കാരണം ഉണ്ടായേ തീരൂ. ആരംഭമുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു കാരണമുണ്ടെങ്കിൽ ഈ കാരണങ്ങളുടെ എല്ലാം തുടക്കത്തിൽ ആരംഭമില്ലാത്ത, സൃഷ്ടിക്കപ്പെടാത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടായേ പറ്റൂ. അതായത് നിത്യമായി നിലനിൽക്കുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായേ തീരൂ. ഇതിനെയാണ് നമ്മൾ അൺകോസ്ഡ് കോസ് അല്ലെങ്കിൽ അൺക്രിയേറ്റഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെടാത്ത ഈ ആദി കാരണത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ഒരു 2 ഉദാഹരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ക്ലാരിറ്റി വരും. ഫസ്റ്റ്, ഒരു ട്രെയിനിൻ്റെ ഉദാഹരണം. ഒരു ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തെ ബോഗി മൂവ് ആകുന്നത് എങ്ങനെയാണ്? അതിന് തൊട്ട് മുമ്പുള്ള ബോഗി അതിനെ വലിക്കുന്നുണ്ടാണ്, അല്ലേ? അങ്ങനെ ഓരോ ബോഗിയെയും അതിന് തൊട്ട് മുമ്പുള്ള ബോഗി വലിക്കുകയാണ്. എന്നാൽ ഈ ബോഗികളുടെ ഈ നിര ഒരിക്കലും അവസാനമില്ലാതെ അങ്ങനെ പോകത്തില്ല. ഇതിനെ ചലിപ്പിക്കാൻ ഒരറ്റത്ത് സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു എഞ്ചിൻ കൂടിയേ തീരും. എഞ്ചിൻ ഇല്ലാതെ കുറേ ബോഗികൾ മാത്രം കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ട്രെയിൻ മൂവ് ആകില്ല. മാത്രമല്ല, ഒരു ബോഗിക്ക് മുന്നിൽ മറ്റൊരു ബോഗി എന്ന രീതിയിൽ ഇങ്ങനെ ബോഗികളുടെ ഒരു നിര അനന്തമായിട്ട് നീളുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രെയിൻ തന്നെ അവിടെ ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് വിളിക്കുന്നത്. ലോജിക്കലി ഇൻഫിനിറ്റ് റിഗ്രസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി രണ്ടാമതൊരു ഉദാഹരണം കൂടി നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ, ഇതെനിക്ക് ആര് തന്നതാണെന്ന് ചോദിക്കാം. എനിക്ക് എൻ്റെ സുഹൃത്ത് തന്നതാണെന്ന് പറയാം. എൻ്റെ സുഹൃത്തിന് ഇത് ആര് കൊടുത്തു എന്ന് ചോദിക്കാം. വേറൊരാൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ കൈമാറ്റം അനന്തമായി നീളില്ല, അല്ലേ? സംവെയർ ഇൻ ടൈം ആരെങ്കിലും ഇതിനെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു തുടക്കം ഈ ഫോണിന് ഇല്ല എങ്കിൽ, ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ആണെങ്കിൽ ഈ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ പോയി, ഇൻഫിനിറ്റ് റിഗ്രസിൽ അതങ്ങ് പോയി. വിത്ത് ഇൻഫിനിറ്റ് റിഗ്രസ് ദാറ്റ് ഫോൺ കനോട്ട് എക്സിസ്റ്റ്. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ആണ് സംഭവിക്കുന്നത് എങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ലായിരുന്നു. അതുകൊണ്ട് ആരംഭമുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ആദി കാരണം ഉണ്ടായേ തീരും. അൺക്രിയേറ്റഡ് അല്ലെങ്കിൽ അൺകോസ്ഡ് എന്ന ഈ കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു വസ്തുത തന്നെയാണിത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്നും ഉണ്ടാകില്ല. നത്തിങ് കംസ് ഫ്രം നത്തിങ്. പണ്ടൊരു കാലത്ത് ഇവിടെ പരിപൂർണമായ ശൂന്യത മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നും ഇവിടെ അതേ ശൂന്യത മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇവിടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നും നിലനിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ
ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെടാത്ത നിത്യമായി നിലനിൽക്കുന്ന ആ യാഥാർത്ഥ്യതയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. സൃഷ്ടിക്കപ്പെടാത്ത ആ ആദി കാരണത്തിൽ നിന്ന് തന്നെയാണ് സ്ഥലവും കാലവും പദാർത്ഥങ്ങളും, അതായത് ടൈം, സ്പേസ് ആൻഡ് മാറ്റർ ഉണ്ടാകുന്നത്. പാക്കരൻ ദോശ ചുട്ടു എന്ന് പറയുമ്പോൾ പാക്കരൻ ആ ദോശയുടെ ഒരു ഭാഗമല്ല, അല്ലേ? കോമൺ സെൻസ്. അതുപോലെ ടൈം, സ്പേസ് ആൻഡ് മാറ്ററിനെ സൃഷ്ടിച്ചവൻ ഒരിക്കലും അതിനുള്ളിൽ പരിമിതപ്പെട്ട് നിൽക്കുന്നവനായിരിക്കില്ല. ഈ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുമ്പോഴും അവൻ ആ സൃഷ്ടിയുടെ ഭാഗമല്ല. പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചവൻ പദാർത്ഥങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണത്തെ ഭൗതിക നിയമങ്ങൾക്ക് മാത്രം ഉള്ളിൽ നിർത്തിക്കൊണ്ട് തിരയുന്നത് യുക്തിസഹമല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇത് ഒരു വ്യക്തിയാണ്, ഈ ആദി കാരണം ഒരു വ്യക്തിയാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? ഇത് ഏതെങ്കിലും ഒരു എനർജിയോ അല്ലെങ്കിൽ പേഴ്സണൽ അല്ലാത്ത ഒരു ഫോഴ്സോ ഒക്കെ ആയിക്കൂടെ? ഈ ഒരു ആദി കാരണം വെറും ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല എന്ന് തെളിയിക്കാനായിട്ട് 2 പോയിന്റുകളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. 1, അത് കോൺഷ്യസ് ആയിരിക്കണം. 2, ആ ആദി കാരണം പേഴ്സണൽ ആയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ആദി കാരണം വെറും ഒരു എനർജി മാത്രമായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ അതിനെടുക്കാൻ പറ്റില്ല. അത്തരം ഒരു നിർജീവ ശക്തി അവിടെ ചുമ്മാ നിലനിൽക്കത്ത് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന്, എൻ്റെ ഈ മേശപ്പുറത്തിരിക്കുന്ന ഈ മൗസ് എടുക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാം. കാരണം ഞാൻ കോൺഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇത് എടുക്കണോ വേണ്ടയോ, എപ്പോൾ എടുക്കണം എന്നൊക്കെയുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. എന്നാൽ ഗ്രാവിറ്റി പോലുള്ളൊരു എനർജി അല്ലെങ്കിൽ ഇംപേഴ്സണൽ ഫോഴ്സിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ശേഷിയില്ല. എന്നെ താഴോട്ട് വലിച്ചു നിർത്തണം എന്നൊരു കോൺഷ്യസ് ഡിസിഷൻ ഗ്രാവിറ്റി എടുത്തുകൊണ്ടല്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഗ്രാവിറ്റി ഓൾവേസ് പുൾസ് മീ ഡൗൺ. ആൻഡ് ഇൻ ദാറ്റ് കേസ്, ഇഫ് ദ കോസ് ഈസ് ഇറ്റേണൽ, then the effect also should be eternal. കോസ് ഇറ്റേണൽ ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റും ഇറ്റേണൽ ആയിരിക്കും. അതായത് പലരും വാദിക്കുന്നത് പോലെ ഈ ആദി കാരണം വെറും ഒരു എനർജി മാത്രമായിരുന്നെങ്കിൽ ഈ എനർജി എന്നും നിലനിൽക്കുന്നത് പോലെ, ഇറ്റേണൽ ആയിരിക്കുന്നത് പോലെ, അതിൻ്റെ ഇഫക്റ്റ് ആയിട്ടുള്ള പ്രപഞ്ചവും എന്നും നിലനിൽക്കണമായിരുന്നു. എന്നാൽ നമുക്കറിയാം, പ്രപഞ്ചത്തിന് കൃത്യമായ ഒരു തുടക്കമുണ്ട്. നിത്യമായ ഒരു കാരണത്തിൽ നിന്നും തുടക്കമുള്ള ഒരു പ്രപഞ്ചം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ ആദി കാരണത്തിന് സ്വന്തമായ ഒരു ഇഷ്ടം, ഒരു വില്ല് ഉണ്ടായിരിക്കണം. സൃഷ്ടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, കോൺഷ്യസ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ അവിടെ ബോധമുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് മൈൻഡ് വേണം. ആരെങ്കിലും ഒരാൾ ബോധപൂർവം തീരുമാനിക്കുമ്പോൾ മാത്രമാണ് തുടക്കമില്ലാത്ത ഒന്നിൽ നിന്നും തുടക്കമുള്ള ഒന്ന് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഈ അൺക്രിയേറ്റഡ് എന്ന യാഥാർത്ഥ്യം വെറും ഒരു എനർജി അല്ല, ഹി ഈസ് എ കോൺഷ്യസ് പേഴ്സൺ. അവിടുത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ഒരു ദൈവം ഇല്ല എന്ന് കരുതുന്നതിനേക്കാൾ എത്രയോ യുക്തിസഹമാണ് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ദൈവം എന്നത് വെറും ഒരു സങ്കല്പമല്ല, മറിച്ച് യുക്തിപരമായ അനിവാര്യതയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവം എങ്ങനെയിരിക്കും? എന്തായിരിക്കും ആ ദൈവത്തിൻ്റെ നേച്ചർ? ഇതുവരെയുള്ള നമ്മുടെ ചർച്ചയിൽ നിന്നും ദൈവത്തിൻ്റെ മെറ്റാഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഹി ഷുഡ് ബി അൺക്രിയേറ്റഡ് ആൻഡ് ഇറ്റേണൽ. മറ്റൊന്നിനാലും സൃഷ്ടിക്കപ്പെടാത്തവനും തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത നിത്യനുമായവനെ മാത്രമാണ് നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റും. അടുത്ത പോയിന്റ്, ഹി ഷുഡ് ബി കോൺഷ്യസ് ആൻഡ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ. അതായത് ദൈവം വെറും ഒരു എനർജി ആയിരിക്കാൻ പറ്റില്ല, സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുള്ള, ബോധവും ബുദ്ധിശക്തിയുമുള്ള ഒരു വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ഹി ഷുഡ് ബി ട്രാൻസെൻഡന്റ്. അതായത് സ്ഥലകാലാതീതനായിരിക്കണം. അതായത് പദാർത്ഥങ്ങളെയും സ്ഥലകാലങ്ങളെയും സൃഷ്ടിച്ചവൻ അതിനെല്ലാം അതീതനായിരിക്കണം. ചുരുക്കത്തിൽ അൺക്രിയേറ്റഡ്, ഇറ്റേണൽ, ട്രാൻസെൻഡന്റ്, കോൺഷ്യസ് ആൻഡ് ഇൻ്റലിജന്റ്, ഇവയാണ് ദൈവത്തിന് വേണ്ട അടിസ്ഥാനപരമായ മെറ്റാഫിസിക്കൽ റിക്വയർമെന്റ്സ്. നിങ്ങൾ ഈ പറയുന്ന 42,000 മതങ്ങളിൽ എത്ര മതങ്ങൾ ഇത്തരമൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ നമ്മൾ നിരീശ്വരവാദത്തെ, അത്തെയിസത്തെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് പോളിതെയിസമാണ്. ഏകദൈവ വിശ്വാസമാണോ ബഹുദൈവ വിശ്വാസമാണോ ശരി? നമ്മൾ കണ്ടു കഴിഞ്ഞു, ദൈവത്തെ നമ്മൾ ആദി കാരണം, സകലത്തിൻ്റെയും ഫസ്റ്റ് കോസ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ആദി കാരണം ഒന്നേ ഉണ്ടാവൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സകലത്തിൻ്റെയും ഉറവിടം ഒന്നായിരിക്കണം. ഒരേ പ്രപഞ്ചത്തിന് 2 വ്യത്യസ്ത ആരംഭ ബിന്ദുക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്.
അതുകൊണ്ട് തന്നെ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസത്തിന് സ്ഥാനമില്ല. ആദി കാരണമായ ദൈവം ഒന്നേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ ചർച്ച ചെയ്ത ദൈവത്തിൻ്റെ മെറ്റാഫിസിക്കൽ യോഗ്യതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന 42,000 മതങ്ങളുടെ ആ വലിയ ലിസ്റ്റ് ഉണ്ടല്ലോ, വളരെ ചെറുതായിട്ട് ചുരുങ്ങും. വിരലിൽ എണ്ണാവുന്ന മതങ്ങൾ മാത്രമാണ് ഇത്തരമൊരു ദൈവവിശ്വാസം വെച്ച് പുലർത്തുന്നത്. പ്രധാനമായും അബ്രഹാമിക് മതങ്ങളായിട്ടുള്ള ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളിൽ മാത്രമാണ് ഇത്തരമൊരു ദൈവവിശ്വാസം നിലനിൽക്കുന്നത്. മറ്റേതെങ്കിലും മതത്തിൽ ഇത്തരം ഒരു ദൈവവിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാം മതത്തെയാണ്. യഥാർത്ഥത്തിൽ ഒരു ലോജിക്കൽ ഡെഡ് എൻഡിലാണ് ഇസ്ലാം മതം ഉള്ളത്. ഇതിനെ നമ്മൾ ഇസ്ലാമിക് ഡിലെമ എന്ന് വിളിക്കും. ഖുർആൻ പറയുന്നത് തൗറാത്തും ഇഞ്ചീലും സത്യമാണെന്നും അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്നുമാണ്. ബൈബിൾ അനുസരിച്ചാണ് ഞാൻ വിധി പ്രസ്താവിക്കേണ്ടത്, അല്ലെങ്കിൽ തൗറാത്തും ഇഞ്ചീലും അനുസരിച്ചാണ് ഞാൻ വിധി പ്രസ്താവിക്കേണ്ടത്. റെഫറൻസ് സൂറ 5:47, 5:68, 3:3 മുതൽ 4 വരെ. ഖുർആൻ വീണ്ടും പറയുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ മാറ്റാൻ ആർക്കും കഴിയില്ല. അതായത് മുസ്ലിങ്ങൾ പറയുന്നത് പോലെ കറപ്റ്റഡ് ആകാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ വചനങ്ങളെ ആർക്കും കറപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറ 18:27. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഖുർആനിൽ നിന്നും ഘടകവിരുദ്ധമാണ്. ഇനി നമ്മൾ ആദ്യത്തെ പോയിന്റിൽ കണ്ടതുപോലെ ബൈബിൾ അനുസരിച്ചാണ് ഞാൻ വിധി പറയേണ്ടത്, ബൈബിൾ അനുസരിച്ച് ഞാൻ ഖുർആനെ വിധിക്കുകയാണ്. ഇനിയാണ് ഇവിടുത്തെ ഡിലെമ. ബൈബിൾ ശരിയാണെങ്കിൽ ഖുർആൻ തെറ്റാണ്. കാരണം ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഖുർആനിൽ നിന്നും ഘടകവിരുദ്ധമാണ്. ഇനി ബൈബിൾ തെറ്റാണെങ്കിലോ? എന്നാലും ഖുർആൻ തെറ്റ് തന്നെയാണ്. കാരണം ബൈബിൾ തൗറാത്തും ഇഞ്ചീലും അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്നും അതിനെ ആർക്കും കറപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ ഖുർആൻ തെറ്റാണ്. ഇനി മുസ്ലിങ്ങൾ പറയുന്ന പോലെ ബൈബിൾ തിരുത്തപ്പെട്ടതാണെങ്കിലോ? തൗറാത്തും ഇഞ്ചീലും അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്നും അതിനെ ആർക്കും തിരുത്താൻ കഴിയില്ല എന്നും പറയുന്ന ഖുർആൻ വീണ്ടും പരാജയപ്പെടുന്നു. അതായത് എങ്ങനെ നോക്കിയാലും ഇസ്ലാം യുക്തിപരമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി അവശേഷിക്കുന്നത് ജൂത, ക്രൈസ്തവ വിശ്വാസങ്ങൾ മാത്രമാണ്. യഹൂദ മതം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, മറിച്ച് അതൊരു വലിയ ദൈവിക പദ്ധതിയുടെ തുടക്കം മാത്രമായിരുന്നു. യഹൂദ മതത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഴയ നിയമത്തിലെ 22-ാം സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും എത്ര വ്യക്തമായാണ് പഴയ നിയമത്തിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് എന്ന്. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ മനുഷ്യപുത്രനും കഴുതപ്പുറത്ത് വിനയാന്വിതനായി എഴുന്നള്ളുന്ന ദാവീദിൻ്റെ പുത്രനും യേശുവിൽ ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറുന്നത് നമുക്ക് കാണാം. ചുരുക്കത്തിൽ യഹൂദമതം ദൈവിക പദ്ധതിയുടെ തുടക്കമാണ്. ആ മതം കാത്തിരുന്ന ലക്ഷ്യം പൂർത്തിയാകുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് യഹൂദമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മാറ്റമെന്ന് പറയുന്നത് യഹൂദമതത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതല്ല, അതിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. ദൈവം ഒന്നാണെന്നും ജുദയോ ക്രിസ്ത്യൻ ദൈവവിശ്വാസത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരാണ് ക്രൈസ്തവർ. എന്നാൽ ഇന്ന് ലോകത്ത് 30,000-ത്തിലധികം ക്രൈസ്തവ വിഭാഗങ്ങളെ ഡിനോമിനേഷൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിലേതാണ് ശരി? ഇവിടെ നമ്മൾ ചരിത്രപരമായൊരു പരിശോധനയിലേക്കാണ് കിടക്കുന്നത്. യേശു ക്രിസ്തു സ്ഥാപിച്ചത് ഒരേ ഒരു സഭയാണ്. ഇന്ന് കാണുന്ന ഭൂരിഭാഗം ക്രൈസ്തവ വിഭാഗങ്ങളും 16-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. ഇനി വലിയ അവകാശവാദങ്ങളുമായി വരുന്ന പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളാണെങ്കിൽ 19, 20 നൂറ്റാണ്ടുകളിലൊക്കെ രൂപം കൊണ്ടതാണ്. ഇനി യുക്തിപരമായി ചിന്തിച്ച് ക്രിസ്തുവിനും 15, 19 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരെങ്കിലും സ്ഥാപിക്കുന്ന സഭയ്ക്ക് എങ്ങനെയാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് അവകാശപ്പെടാൻ സാധിക്കുക? ഇന്ന് ലോകത്തുള്ള കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ പോലെ ചുരുക്കം ചില സഭകൾക്ക് മാത്രമേ ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ച് അപ്പസ്തോലന്മാരിലൂടെ ഇന്നും തടസ്സമില്ലാതെ തുടരുന്ന ഒരു ചരിത്രപരമായി പിന്തുടർച്ച അപ്പസ്തോലിക് സക്സഷൻ അവകാശപ്പെടാൻ കഴിയും. ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിത സഭകളാണ്. ക്രിസ്തുവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. യേശു തൻ്റെ സഭ സ്ഥാപിക്കുന്നത് ഒരു പാറമേലാണ്. ആ പാറ സെയിൻറ്റ് പീറ്റർ, പത്രോസാണ്. അപ്പസ്തോലിക പിന്തുടർച്ചയോടൊപ്പം പത്രോസ് എന്ന പാറമേൽ നിലനിൽക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ. ക്രിസ്തു പത്രോസ് എന്ന പാറമേൽ സ്ഥാപിച്ച കത്തോലിക്ക സഭയിലാണ് ഏകസത്യവിശ്വാസം കൂടികൊള്ളുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.